വിശേഷങ്ങൾ? ഒക്ടോബർ മാസമൊക്കെ ആയില്ലേ, എന്തൊക്കെയാ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല എന്നാ കേട്ടോ. ഞാൻ പ്ലാനൊക്കെ ഇട്ടു, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പ്ലാൻ ചെയ്യാൻ ഇനിയും വൈകിട്ടൊന്നുമില്ല, സെക്കൻഡ് ഡേ ഓഫ് ദ മന്ത് ആയിട്ടല്ലേ ഉള്ളൂ. ഇനി വേണമെങ്കിലും പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കാം. ആദ്യം തന്നെ നമുക്കൊരു ടൈറ്റിൽ പേജ് വേണമല്ലോ. കുറേ ഐഡിയാസ് ഒക്കെ നോക്കി, അതിൽ നിന്നാണ് ഈ ചെലന്തി വലേനെ അടിച്ചു മാറ്റിയത്. ഒക്ടോബർ എന്നുള്ളത് സാധാ പോലെ അങ്ങോട്ട് എഴുതി. ഒക്ടോബർ മന്തിന്റെ സ്പെഷ്യാലിറ്റി എന്താന്നിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഒക്ടോബർ മന്തിന്റെ സ്പിരിച്വൽ ആനിമല് ഫോക്സ് ആണ് കണ്ടത്. അപ്പോൾ ഫോക്സ് ഇല്ലാണ്ട് നമ്മൾ എന്ത് മന്ത്ലി പ്ലാനർ വരയ്ക്കാനാന്ന് വെച്ച് ഒരു ഫോക്സിനെ അങ്ങ് വരച്ച് കളഞ്ഞു എന്ന് വെച്ചാൽ ശരിക്കും അങ്ങ് കളഞ്ഞു. അത്ര കണ്ടങ്ങ് ശരിയായില്ല. ആ പുല്ല് പോട്ട്. ആനിമൽ റെഡി. അപ്പോൾ ബേർഡോ? അത് മറ്റാരുമല്ല ഗൈസ്, അതാണ് നമ്മുടെ അരയന്നം. ലവും റൊമാൻസും എവിടെയുണ്ടോ അവിടെ നമ്മുടെ അരയന്നം ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ സംശയം, ഒക്ടോബറിൽ ജനിച്ചവർക്കായിരിക്കോ കൂടുതൽ ലവും റൊമാൻസ് ഒക്കെ ഉണ്ടാവുക, അതോ ഫെബ്രുവരിക്കാർക്കായിരിക്കോ? ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സ് പറയും. ടൈറ്റിലൊക്കെ എഴുതാൻ ഒരൊറ്റ പേജ് പോരെ മതി. എന്നാലും അതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. പ്ലാനർ കാണുമ്പോൾ ഒരു ചന്തമൊക്കെ വേണ്ടേ അല്ലേ? മാത്രമല്ല ആപ്പിൾ ഒക്ടോബർ മാസത്തിൻ്റെ സ്വന്തം ഫ്രൂട്ടാണ്, അവനെ അങ്ങ് ഒഴിവാക്കി കളയാൻ പറ്റുമോ? ഒക്ടോബറിലത്തെ ആനിമലിനെയും ബേർഡിനെയും ഫ്രൂട്ടിനെയും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ. ഫ്ലവർ നിങ്ങൾ പറ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണ് ബി കാം ഇറ്റ് ടേക്സ് ടൈം എന്ന് ഞാൻ എഴുതിയേക്കുന്നതിൻ്റെ മലയാളം പരിഭാഷ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്നാണ്. ഒരു ചിലന്തി വല വരച്ചപ്പോൾ വീണ്ടും വീണ്ടും അത് വരയ്ക്കാനുള്ള ആഗ്രഹം കൂടി. എന്നാ പിന്നെ ഇതിനൊരു തീമായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് എൻ്റെ മനസ്സ് പലവട്ടം പറഞ്ഞതാ. പിന്നെ ആ മനസ്സ് തന്നെ പറഞ്ഞു, ഇതൊക്കെ എല്ലാവരും ചെയ്യണല്ലേ, നീ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യടിയെന്ന്. ആദ്യം പറഞ്ഞ മനസ്സിനെയും രണ്ടാമത് പറഞ്ഞ മനസ്സിനെയും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കൊരു 2-3 ഞാൻ ചിലന്തി വല വരച്ചു. മൂഡ് ട്രാക്കറിന് വേറെ എന്തൊക്കെ ഐഡിയ എന്നെ പിൻട്രസ്റ്റ് കാണിച്ചു തന്നാ അതൊന്നും എടുക്കാണ്ട് എൻ്റെ അഹങ്കാരത്തിന് എൻ്റെ ഐഡിയ ആയ കുറുക്കൻ്റെ തല വരച്ച് ഞാൻ. അവസാനം എന്തായി? ജട്ടി ഉണക്കാനിട്ടയിൽ 2 ചെവി വരച്ച പോലെയായി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? വല്ല വട്ടവോ ചതുരവോ ത്രികോണോ എല്ലാം വരച്ചാൽ പോരായിരുന്നോ? പോയ ബുദ്ധീനെ വടം കെട്ടി വലിച്ചാൽ കിട്ടുകയെന്ന് കേട്ടിട്ടില്ലേ? സാരമില്ല, ഇനി മാസങ്ങളുണ്ടല്ലോ, അടുത്തേല് നമുക്ക് പിടിക്കാന്നേ. മന്ത്ലി എല്ലാ ദിവസത്തേക്കും നോട്ട്സ് എഴുതാൻ ഒരു ചെറിയ സ്പേസ് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചതാ. ഇത് ഡെയിലി പ്ലാനർ അല്ലല്ലോ, മന്ത്ലി പ്ലാനർ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഓരോ കോളം കൊടുത്താൽ മതി എന്ന് അവസാനം കൺക്ലൂഷനിലെത്തി. അത് നമുക്ക് വീക്ക്ലി പ്ലാനറായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ പോരെ? എന്തിനാ ചുമ്മാ മന്തിൻ്റെ കൂടെ ഇട്ട് കുഴക്കണത്? ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു, നമ്മൾ എന്തൊക്കെ മെയിനായിട്ട് ചെയ്തു, നമ്മൾ ഹാപ്പി ആയിരുന്നോ, പ്രൊഡക്റ്റീവ് ആയിരുന്നോ, നമ്മുടെ ഹാബിറ്റ്സിനെയൊക്കെ നമുക്ക് നേരെ ചൊവ്വെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞോ, ഇതൊക്കെയാണ് ശരിക്കും ഒരു മന്ത്ലി പ്ലാനറിൽ വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു മാസം നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം. റിമെമ്പർ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന പേജിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ടു സ്റ്റഡി ലിസ്റ്റ്, മെഡിക്കേഷൻ ലിസ്റ്റ്, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന മെയിൻ പേജ്, ഹാബിറ്റ്സ് പേജ്. ഈ ലിസ്റ്റ് എത്ര നീണ്ടുപോയാലും കുഴപ്പമില്ല, എത്ര ടേബിൾ കൂടിയാലും കുഴപ്പമില്ല. ടേബിൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സെൽഫ് ഗ്രോത്തും കൂടിക്കൊണ്ടേയിരിക്കും. ഈ സാധനങ്ങളാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത്. നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഓരോ മാറ്റങ്ങളും ഇതിൽ ഓരോ ടേബിളിൻ്റെ താഴെയും എഴുതി വയ്ക്കുക. ഗെറ്റ് അപ്പ് ഏർലി, ഗോ ടു ബെഡ് ഏർലി, സ്റ്റഡി, റീഡ്, എക്സസൈസ്. അങ്ങനെ നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, ചെറിയ കാര്യമാണെങ്കിൽ അതും നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ദിവസവും നമ്മളിത് ഫില്ല് ചെയ്യണം. അപ്പോൾ ആ കോളം എംപ്റ്റി ആയിട്ട് കിടക്കണ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മാസം കഴിയുമ്പോൾ നമ്മൾ ഈ പേജ് മറിച്ച് നോക്കുമ്പോൾ ഈ കോളം എല്ലാം ഫില്ലായി കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും. ബുക്കിന് ഭംഗി കൂടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണത്, നമുക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊക്കെ ഒപ്പിക്കണം. ചുമ്മാ ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടാൽ മതിയോ? കളറാക്കണ്ടേ? പിൻട്രസ്റ്റ് ഉണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ലല്ലോ. പിൻട്രസ്റ്റിൽ കയറുക, ഇഷ്ടപ്പെട്ട ഇമേജസ് ഒക്കെ എടുക്കുക. ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വരയ്ക്കാനൊന്നും പറ്റിയില്ല, അവനവന് കൈ കൊള്ളണ കുറച്ച് ഇമേജസ് എടുക്കുക, എന്നിട്ട് ഓരോന്നിങ്ങനെ വരച്ചു കൊടുക്കുക. മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് നോക്കിയിരിക്കുന്ന ഒരു കുറുക്കനെയാണ് കവി ഉദ്ദേശിച്ചത്. വരച്ചേക്കുന്ന അത്ര സൂപ്പറായതുകൊണ്ടേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അതുകൊണ്ട് പറഞ്ഞെന്നാ. ഇനി നമ്മുടെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം ഒറ്റയടിക്ക് സ്കെച്ച് കൊണ്ട് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എല്ലാം എഴുത്തും വരെയൊക്കെ പെൻസിൽ കൊണ്ട് ചെയ്തതിന് ശേഷം പിന്നീട് പേന വെച്ചിട്ട് എഴുതുകയാണ് ചെയ്തത്. പിന്നെ ഈ പേന കൊണ്ട് വരയ്ക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് നല്ലോണം ഇമ്പ്രൂവൈസ് ചെയ്യാം കേട്ടോ നമ്മൾ വരച്ചത് തന്നെ. ഫോർ എക്സാമ്പിൾ, പെൻസിൽ കൊണ്ട് വരച്ച കുറുക്കൻ അത്രയ്ക്കങ്ങ് പോരായിരുന്നു, പക്ഷെ പേന കൊണ്ട് ഞാനൊന്ന് സെറ്റാക്കി എടുത്തപ്പോൾ ഇച്ചിരിയും കൂടെ ഒരു ഭംഗി വെച്ചോ എന്നൊരു സംശയം. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെയൊക്കെ തോന്നലാവും. മൂഡ് ട്രാക്കർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓരോ ദിവസവും നമ്മൾ ഹാപ്പി ആയിരുന്നു, സാഡ് ആയിരുന്നു, ആംഗ്രി ആയിരുന്നു, അങ്ങനെയുള്ളത് ഓരോ കളർ നമ്മളിതിൽ കൊടുക്കും. അപ്പോൾ അവസാനം കാണാൻ നല്ല ഭംഗിയായിരിക്കും. പല കളറിലുള്ള കുറുക്കന്മാരെ കാണാൻ അതിനേക്കാളും ഭംഗിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, മന്ത് എൻഡിൽ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയമെടുക്കും.
അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് സമയമെടുക്കും. കാരണം ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ചെയ്യണം, പിന്നെ ഇതെല്ലാം പേന കൊണ്ട് ചെയ്യണം, പിന്നെ ഇതിന് കളർ കൊടുക്കണം, പിന്നെ ഒത്തിരി വരയും കുറിയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി സമയമെടുക്കും. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് ചെയ്യുന്നവർക്ക് അതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇനി ഇതിലത്തെ പ്ലാൻസ് എല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഓരോ ദിവസവും ഇത് ഫില്ല് ചെയ്ത് അവസാനം കാണാനായിരിക്കും ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ. ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, അടിപൊളിയാന്നേ. ചെലന്തി വല ഇങ്ങനെ എംറ്റി ആയിട്ട് കിടന്നിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടിയില്ല. അപ്പോൾ രണ്ടൊന്ന് ചെലന്തീനെ അങ്ങ് വരച്ചു കൊടുത്തു. കളറിങ് സെക്ഷൻ ആരംഭിച്ചു, പാളി. കളർ പെൻസിൽ കൊണ്ട് ആപ്പിളിന് കളർ കൊടുത്താൽ എനിക്കിഷ്ടപ്പെട്ടില്ല, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ആപ്പിൾ നല്ല തുടുതുടാന്ന് നല്ല റെഡ് കളറിലിരുന്നാലല്ലേ ആർക്കാണെങ്കിലും ഒന്ന് കടിച്ച് തിന്നാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പെൻസിൽ കൊണ്ട് കൊടുത്തതിൻ്റെ മേലെ കൂടെ പെയിൻറ് എടുത്തിട്ട് കൊടുത്തു. പിന്നെ ആപ്പിളിൻ്റെ ഉടമ്പക്ക് എന്താ കളർ കൊടുക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏതോ ഒരു കളർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങ് കൊടുത്തു. സ്കെച്ച് പെൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിൽ പാടുവരുമോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് പരീക്ഷണത്തിന് മുതിർന്നില്ല. മൊത്തത്തിൽ കളറല്ലേ, അതുകൊണ്ട് കുറുക്കനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഈ ആപ്പിളിന് ഉടമ്പ് കൊടുത്തത് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒക്ടോബർ മാസത്തിനെ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ വരച്ചപ്പോൾ അതൊന്നും ഓർമ്മ വന്നില്ല, മറന്നുപോയി. മറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹാർട്ട് വരച്ചു വെച്ചു. പ്ലാനറിൽ ഒക്ടോബർ മാസം ആഡ് ചെയ്യണമെന്ന കാര്യം തന്നെയേ മറന്നുപോയി. അവസാനം ഫ്രണ്ട് പേജിൻ്റെ ഉള്ളിൽ തന്നെ ഒരിടത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇത് നോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹാർട്ട് വരുന്ന ഭാഗത്ത് ആ ഹാർട്ട് കൊടുക്കണ്ട, അതിൻ്റെ ഉള്ളിൽ ഒക്ടോബർ മന്ത് അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കണ്ണി കണ്ട കളറുകളൊക്കെ എടുത്തങ്ങ് കൊടുക്കുക. ഇലകൾക്കെല്ലാം പച്ച കളർ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്നേ, കളറായിട്ടങ്ങ് കൊടുക്ക്. എന്നാലല്ലേ നമ്മുടെ പ്ലാനർ കളറാവുള്ളൂ. ഈ ഹാബിറ്റ്സിൻ്റെ കോളത്തിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ കളർ കൊടുക്കാം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. എന്ത് ചെയ്താലും രസമായിരിക്കും കാണാൻ. അരയന്നത്തിന് നീന്താനുള്ള വെള്ളത്തിന് കളർ കൊടുത്തതാ, പാളി. പിന്നെ അവിടെ ഒരു കോട്ട് എഴുതി സെറ്റാക്കി. ദേ, അപ്പോൾ ഇതാണ് നമ്മ പറഞ്ഞ ഒക്ടോബർ മന്ത് പ്ലാനർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്തേരെ. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഇത്രയും ചെയ്താൽ മതി. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.